ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠരര് രാജീവരർ അറസ്റ്റിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് SITയുടെ അതിനിർണായകമായ നീക്കം. സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയതും സ്വർണ്ണപ്പാളി ചെമ്പെന്ന് രേഖപ്പെടുത്തിയ മഹസറിൽ ഒപ്പിട്ട് കൊള്ളയ്ക്ക് കൂട്ടുനിന്നതും ഇതേ തന്ത്രിയാണെന്ന് SITയുടെ നിർണായക കണ്ടെത്തൽ വരികയാണ്. അന്വേഷണം ശരിയായ ദിശയിലെന്ന് ദേവസ്വം മന്ത്രി VN വാസവനും പ്രതികരിച്ചു. വിശദമായൊരു റിപ്പോർട്ടിലേക്കാണ് ആദ്യം. രാജ്യത്തെ ആകെ ഞെട്ടിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITയുടെ അതിനിർണായകമായ നീക്കം. രാവിലെ 11 മണിയോടെ ചോദ്യം ചെയ്യലിന് ഹാജരായ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് ഉച്ചയോടെ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി 2 പതിറ്റാണ്ടിന്റെ അടുത്ത ബന്ധം തന്ത്രിക്കുണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. ശബരിമലയിലേക്ക് പോറ്റിക്ക് വാതിൽ തുറന്നുകൊടുത്തത് തന്ത്രിയാണ്. പോറ്റി ആദ്യം എത്തിയത് സഹായിയായിട്ടാണ്. പിന്നീട് സ്പോൺസർഷിപ്പ് വൻ കൊള്ളയായി മാറുകയായിരുന്നു. പാളികളിൽ സ്വർണം പൂശാൻ ഉൾപ്പെടെ അനുമതി നൽകിയത് തന്ത്രിയാണ്. സ്വർണം പൊതിഞ്ഞ പാളി എന്നറിയാമായിരുന്നിട്ടും ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയ മാസറിൽ തന്ത്രി ഒപ്പിട്ടു. സ്വർണ്ണക്കൊള്ളയ്ക്ക് പോറ്റിക്ക് അവസരമുണ്ടാക്കി നൽകിയത് കണ്ഠരര് രാജീവരാണെന്നാണ് SITക്ക് ലഭിച്ച വിവരം. എല്ലാം തന്ത്രിയുടെ അറിവോടെയായിരുന്നുവെന്നും പ്രത്യേക അന്വേഷണ സംഘം വിലയിരുത്തുന്നു. ദൈവതുല്യരായ പലരും ഇതിലുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. ആരാണെന്ന് എന്തോ പല ആളുകൾ വേട്ടനായ്ക്കളല്ലേ? ഏതായാലും വേട്ടനായ്ക്കളല്ല. അത് ഞാനെങ്ങനെ അറിയാനാ? ദൈവതുല്യരായ എത്രയോ പേരുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് തുടങ്ങിയ വൻകൊള്ള ശബരിമലയിലെ ദൈവതുല്യനെന്ന് കരുതിയിരുന്ന തന്ത്രിയിൽ എത്തി നിൽക്കുന്നതിന്റെ ഞെട്ടലിലാണ് കേരളം. പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ തന്ത്രി കണ്ഠരര് രാജീവരായിരുന്നു എന്നതാണ് നിലവിലുയരുന്ന പ്രധാന ചോദ്യം. അങ്ങനെ തന്നെയാണെന്ന നിഗമനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ പത്മകുമാർ, മുരാരി ബാബു അടക്കമുള്ളവരുടെ മൊഴികളും തന്ത്രിക്കെതിരായിരുന്നു. കൊള്ളയിൽ തന്ത്രിയുടെ പങ്ക് വ്യക്തമായതോടെ തന്ത്രപരമായിരുന്നു SITയുടെ നീക്കങ്ങൾ. മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കം തടയുന്നതിന്റെ ഭാഗമായി പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ തന്ത്രിയുടെ പങ്ക് കൃത്യമായി മറച്ചുവെക്കാൻ SIT ശ്രമിച്ചു. ദേവസ്വം ബോർഡിൽ നിന്ന് ശമ്പളം കൈപ്പറ്റുന്ന ആളായതിനാൽ അഴിമതി നിരോധന പരിധിയിലും തന്ത്രി ഉൾപ്പെടും. അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പ്രതികരിച്ചു. എല്ലാ ഘട്ടങ്ങളിലും പ്രതികരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയിൽ മേൽനോട്ട് നടക്കുന്ന കാര്യമാണ്. അതിനിടയ്ക്ക് ഓരോ ദിവസം നടക്കുമ്പോൾ എല്ലാം പ്രതികരിക്കുന്നത് ശരിയല്ല. അപ്പൊ അന്വേഷണം ശരിയായ ദിശയിൽ നമ്മൾ കോടതി സംതൃപ്തി രേഖപ്പെടുത്തിയാണ്. അതാണ് നമ്മൾ അതിന് വ്യത്യസ്തമായ എന്തെങ്കിലും വന്നൊക്കെ അപ്പൊ പറയാം. SITക്ക് മുകളിൽ രാഷ്ട്രീയ സമ്മർദ്ദമില്ലെന്നും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയാണ് പ്രവർത്തനമെന്നും സംസ്ഥാന പോലീസ് മേധാവി റവദ ചന്ദ്രശേഖർ അറിയിച്ചു. റിസ്ട്രിക്ഷനോ അങ്ങനെ ഒന്നുമില്ല. SIT is functioning under the supervision of the Honorable High Court of Kerala. സ്വർണ്ണക്കൊള്ളയിലെ അതിനിർണായക അറസ്റ്റാണ് SIT രേഖപ്പെടുത്തിയതെങ്കിലും കൊള്ളയിലെ CPIM രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പങ്ക് ആവർത്തിക്കുകയാണ് പ്രതിപക്ഷം. ഇത്രയും വലിയ ഒരു ക്രൈമിൽ, ഇത്രയും വലിയ ഗുരുതരമായൊരു മോഷണ കേസിൽ ഗൂഢാലോചനയും വിശ്വാസവഞ്ചനയും എല്ലാം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ചാർജ് അല്ലെങ്കിൽ അതെല്ലാം FIRലുള്ള അല്ലെങ്കിൽ റിമാൻഡ് റിപ്പോർട്ടുകളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കേസിൽ അന്നത്തെ കാലത്തെ മന്ത്രിയെ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യുന്നത് വെറുതെ അഭിമുഖം രേഖപ്പെടുത്താനല്ലല്ലോ. എത്ര നാളായി കേൾക്കുന്നത് അദ്ദേഹം ചെയ്ത തെറ്റെന്താ? എന്നാൽ ഒരു കുറ്റവാളിയെയും സംരക്ഷിക്കില്ലെന്ന നിലപാട് CPIM ആവർത്തിച്ചു. തന്ത്രി ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നിട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാകുക. അതിന്റെ വിശദാംശങ്ങൾ വരട്ടെ. വിശദങ്ങൾ നമ്മൾ ഒരാളെ രക്ഷിക്കാനില്ല. വിശദമായ ചോദ്യം ചെയ്യലിൽ കൊള്ളയുടെ സുപ്രധാന വിവരങ്ങൾ കൂടി പുറത്തുവരുമെന്ന കണക്കുകൂട്ടലിലാണ് അന്വേഷണ സംഘം. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ EDയും ECIR രജിസ്റ്റർ ചെയ്തു. ക്രൈംബ്രാഞ്ച് കേസിലെ എല്ലാവരും ED കേസിലും പ്രതികളാകും. കള്ളപ്പണ നിരോധന നിയമപ്രകാരമാണ് അന്വേഷണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.